ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഇന്ന് സിലൂട്ടോക്സിനെ പറ്റിയിട്ടാണ്. ഒന്നുമല്ല, ഒരുപാട് ആളുകൾ അവരെ പറ്റിയിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടു അല്ലേ. അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം കൊണ്ട് അവരുടെ ലൈഫിൽ നടന്നൊരു വിഷയം അവർക്ക് പുറത്ത് പറയേണ്ടി വന്നു അല്ലേ. അതിൻ്റെ പേരിൽ അത് ഒരുപാട് ആളുകൾ കണ്ടൻ്റായിട്ട് എടുത്തിട്ടും അതല്ലാതെയും ഒരുപാട് ആളുകൾ അതിനെ വേറെന്തൊക്കെയോ ഒരു കോലത്തിലൊക്കെ ആക്കി തീർത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ. അവനവൻ്റെ ജീവിതം വെച്ചിട്ട് കണ്ടൻറ്റ് വെച്ച് ചെയ്യാൻ ഒരു മനുഷ്യന്മാരും ആഗ്രഹിക്കില്ല എന്നാണ് ഞാനൊക്കെ കരുതുന്നത്. കാരണം അവനവൻ്റെ ജീവിതം വെച്ചിട്ട് നമ്മളൊരു കണ്ടൻറ്റാക്കി നമ്മൾ ഒരിക്കലും ചെയ്യൂല അല്ലേ. പിന്നെ ജീവിതമാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കുമ്പോൾ ചെറിയ കുറവുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. എല്ലാം പെർഫെക്റ്റായിട്ടൊന്നും ഇപ്പോൾ ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാനും കണ്ടിട്ടുള്ളതും. അതുപോലെ തന്നെ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ അധ്വാനിച്ച് അവർ ഏതായാലും കുട്ടികളെയും കൊണ്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, 19 വർഷം അവർ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടായിരിക്കുമല്ലോ അവർ ആ കുട്ടികളെയും കൊണ്ട്. കുട്ടികളില്ലാത്തവർക്കും പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ഒരു പ്രസവിച്ച മക്കളാവുമ്പോൾ ആർക്കും തന്നെ അവരെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരുണ്ടോ അല്ലേ നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ അവർ കുട്ടികളെയും കൊണ്ട് അവർ ഒരുമിച്ച് ഒരു വീടെടുത്ത് പോലും താമസിച്ചു. കുട്ടികൾക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഉപ്പാൻ്റെ ഭാഗത്തു നിന്നുള്ളത് അവർക്ക് കൊടുക്കാൻ കഴിയുകയാണെന്ന് വെച്ചാൽ അവർ കൊടുക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരുപാട് ഇതൊന്നും ഇപ്പോൾ അവരുടെ റിയൽ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ആർക്കും വെറുതെ പറയാൻ കഴിയൂല.